നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എവിടെയാണ് ഒരിക്കലും മഴ പെയ്യാത്ത ഗ്രാമം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ലോകത്ത് ഒരിക്കലും മഴ പെയ്യാത്ത ഒരു ഗ്രാമമുണ്ട്. ഈ സ്ഥലം ഒരു തരിശു മരുഭൂമിയല്ല, മറിച്ച് ആളുകൾ താമസിക്കുന്ന ഗ്രാമമാണ്. യമൻ തലസ്ഥാനമായ സനയ്ക്കും അൽ ഹുദൈദയ്ക്കും ഇടയിലുള്ള പർവ്വത പ്രദേശമായ ജബൽ ഹറാസിലെ സന ഗവർണറേറ്റിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഹുദൈബ് എന്ന ഗ്രാമമാണ് ഒരിക്കലും മഴ പെയ്യാത്ത ഗ്രാമം. ആദ്യ കാഴ്ചയിൽ സാധാരണ ഒരു ഗ്രാമം പോലെയാണ് അൽ ഹുദൈബ് തോന്നിക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് 3200 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന മൺകല്ലുകളാൽ നിറഞ്ഞ ഭൂപ്രകൃതി, നിറയെ കുന്നും മലകളും അവയ്ക്കിടയിൽ നിർമ്മിച്ച വീടുകളും കൂടാതെ ചരിത്ര നിർമ്മിതികളും ധാരാളമുണ്ട്. ഇവിടെ ഉയരത്തിൽ നിന്നും നോക്കിയാൽ ചുറ്റും കാണുന്ന കാഴ്ചകൾ സഞ്ചാരികളുടെ മനം കവരുന്നവയാണ്. മേഘങ്ങൾക്ക് മുകളിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് അൽ ഹുദൈബ് ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് ഇവിടെ മഴ പെയ്യാത്തതിനുള്ള കാരണം. മേഘങ്ങൾ ഇവരുടെ താമസ സ്ഥലത്തിന് താഴെയായി രൂപപ്പെടുകയും താഴെയുള്ള പ്രദേശത്തേക്ക് മഴ പെയ്യുകയും ചെയ്യുന്നു. പുരാതനവും ആധുനികവുമായ വാസ്തുവിദ്യാ രീതികളെ ഗ്രാമീണവും നഗരപരവുമായ സവിശേഷതകളുമായി സമന്വയിപ്പിക്കുന്ന നിരവധി നിർമ്മിതികൾ ഇവിടെയുണ്ട്. മൂന്നാമത്തെ ദാവൂദി ബൊഹ്റാദായി അൽ മുത്തലഖ് ഹാത്തിം ഇബ്നു ഇബ്രാഹിമിന്റെ ശവകുടീരം ഈ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷം തോറും 10,000-കണക്കിന് വിശ്വാസികൾ ഈ ശവകുടീരം സന്ദർശിക്കാൻ ഇവിടെ എത്തുന്നു. ഹത്തിമി മസ്ജിദ്, മൻസൂർ അൽ യമൻ മസ്ജിദ് എന്നിങ്ങനെ 2 സ്കൂളുകളും 2 പള്ളികളും ഈ ഗ്രാമത്തിലുണ്ട്. ഇവിടെയുള്ള കോട്ടയ്ക്ക് ചുവട്ടിലായി അനുഗ്രഹങ്ങളുടെ ഗുഹയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ചരിത്ര വിവരങ്ങൾ അനുസരിച്ച് ഈ ഗ്രാമം ഒരിക്കൽ അൽ സുലൈഹി ഗോത്രത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. 11-ാം നൂറ്റാണ്ടിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായാണ് അവർ ഈ പ്രദേശത്ത് ഇത്രയും ഉയരത്തിൽ ഈ ഗ്രാമം നിർമ്മിച്ചത്. അൽ ബോറ അഥവാ അൽ ബുബർമ എന്ന വിഭാഗത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ വസിക്കുന്നത്. യമൻ കമ്മ്യൂണിറ്റികൾ എന്നും ഇവരെ വിളിക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.